അതായത് ഷാഫി ഒരു ഷോ കാണിച്ചതിൻ്റെയാണ് 1,14,000 വോട്ടിന് ടീച്ചറമ്മ വീട്ടിലിരിക്കുന്നത്. ആ ഷാഫി ഒരു ഷോ കാണിച്ചതിൻ്റെയാണ് ഇപ്പോഴും CPM-ന് മലബാറിൽ തലയുയർത്തി നടത്താൻ പറ്റാത്തത്. അതുകൊണ്ട് ഷാഫിയുടെ ഷോയെക്കുറിച്ചൊന്നും ഇവരാരും പറയണ്ട. ഇവരൊക്കെ സമരം ചെയ്ത കാലഘട്ടവും മറന്നുപോയി. ലാത്തി കാണുമ്പോൾ കരഞ്ഞുകൊണ്ട് പോണ SFIക്കാരെ കണ്ട വീതിയാണ് കോഴിക്കോട്ടെ വീതി. അതുകൊണ്ട് സമരത്തെ ഒന്നും ഇവിടെ പറയാനൊന്നും ഇവിടെ SFIക്കാരും വളർന്നിട്ടില്ല, DYFIക്കാരും വളർന്നിട്ടില്ല. DYFIക്കാരൊക്കെ ചെയ്യേണ്ടത് ഒരു മിനിമം മര്യാദയുണ്ടെങ്കിൽ ആ പുറകിലുള്ള വാഴപ്പിണ്ടി നട്ടലുണ്ടല്ലോ, ക്ലിഫ് ഹൗസിൽ പണയം വെച്ചിരിക്കുന്നത്, അത് ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്തു വെച്ചിട്ട് ഇവർക്കെതിരെ പറയാനുള്ള മിനിമം മര്യാദ കാണിക്കണം. ശബരിമലയിലെ സ്വർണം കെട്ടു, മോനും മോളും അച്ഛനും ചേർന്ന് കേരളം മുഴുവൻ വെക്കുന്നു. എന്നിട്ട് അതിന് കുട പിടിക്കുന്ന കുറെ DYFIക്കാരും SFIക്കാരും പുച്ഛം മാത്രമാണ് അവരോട് പൊതുസമൂഹത്തിനുള്ളത്. അപ്പോൾ അവിടെ ഒരു DYSP ഉണ്ട്, സുനിൽ കുമാർ. ഈ സുനിൽ കുമാർ ആരാണ്? സുനിൽ കുമാറൊക്കെ മനസ്സിലാക്കി വെച്ചു. സുനിൽ കുമാറിൻ്റെ വീട് ഏതാണെന്ന് ഞങ്ങൾക്കറിയാം, നാടേതാണെന്നറിയാം. വേണ്ടി വന്നാൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം സുജിത്തിൻ്റെ വിഷയത്തിൽ അവലംബിച്ച ഒരു സമര രീതിയുണ്ട്. ഞങ്ങൾ വീടുകളിലേക്ക് മാർച്ച് നടത്തും. സുനിൽ കുമാറിന് പുറത്തിറങ്ങാൻ പറ്റാത്തവണ്ണമുള്ള പ്രതിരോധം സൃഷ്ടിക്കാൻ യൂത്ത് കോൺഗ്രസിന് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു SP ഉണ്ട്. SP എന്താ പറയുന്നത്? ഞങ്ങൾ ലാത്തി ചാർജ് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് SP പറയുന്നത്. ആ SPയുടെ പേര് ബൈജു എന്നാണ്. ആ ബൈജു ഓർക്കുന്നത് നല്ലതാണ്. പണ്ട് തിരുവനന്തപുരത്ത് കമ്മീഷണർ ആയിരുന്നപ്പോൾ KSU മാർച്ചിനിടയിലുണ്ടായ അനുഭവം ഇവിടുത്തെ SP ബൈജു ഓർത്തു വെക്കുന്നത് നല്ലതാണ്. അതൊന്നും ഞങ്ങളാരും മറന്നിട്ടില്ല, ആ ക്രിയയും ഞങ്ങൾ മറന്നിട്ടില്ല. അതുകൊണ്ട് ഇവിടുത്തെ റൂറൽ SP ബൈജു മനസ്സിലാക്കിക്കോ, പണ്ട് KSU മാർച്ചിലുണ്ടായ അനുഭവം അത് ആവർത്തിക്കാതിരിക്കണോ വേണ്ടയോ എന്നുള്ളത് ബൈജു മനസ്സിലാക്കി വെച്ചു. സുനിൽ കുമാറും അത് ഓർത്തു വെച്ചു. ഇനി അത് എന്താണെന്ന് അറിയില്ലെങ്കിൽ ബൈജുവിനോട് ചോദിച്ചാൽ മതി, സുനിൽ കുമാറിന് പറഞ്ഞു തരും എന്താണ് KSU മാർച്ചിലുണ്ടായ അനുഭവമെന്ന്. അപ്പം ഇങ്ങനെ പോലീസിനെ ഉപയോഗിച്ച് ജനപ്രതിനിധികളെയും കോൺഗ്രസ് പ്രവർത്തകരെയും ആക്രമിച്ച് കീഴ്പ്പെടുത്താനാണ് ശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് സാധ്യമല്ല. അതിന് ഞങ്ങൾ സമ്മതിക്കില്ല. കേരളത്തിനകത്ത് ഞങ്ങൾ തുടർന്നു വരുന്ന ഒരു പോരാട്ടമുണ്ട്. അത് ശബരിമല വിഷയത്തിലാണെങ്കിലും, അത് സ്വർണ്ണപ്പാളി വിഷയത്തിലാണെങ്കിലും, മുഖ്യമന്ത്രിയുടെ അഴിമതി വിഷയത്തിലാണെങ്കിലും, ആ വിഷയങ്ങളിലെല്ലാം ഞങ്ങളുടെ സമരം അത് ശക്തമായി മുന്നോട്ട് പോകും. അതിനെ മറയ്ക്കാൻ വേണ്ടി ഇപ്പോൾ അറിയാം, ഇന്നലെ കാലിക്കറ്റ് സർവകലാശാലയിൽ വലിയ രീതിയിലുള്ള ആക്രമണമാണ് നടക്കുന്നത്. അവിടെ മുറിയുടെ ഉള്ളിൽ വന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആക്രമിക്കുകയാണ്. ഈ SFIയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് എന്ത് കപ്പാസിറ്റി ഉണ്ട്? വിദ്യാർത്ഥി പോലും അല്ലാത്ത വ്യക്തി എങ്ങനെയാണ് കൗണ്ടിംഗ് റൂമിൻ്റെ ഉള്ളിൽ കയറുന്നത്? അപ്പോൾ ഇങ്ങനെ പോലീസിനെ ഉപയോഗിച്ച് CPM-ന് വേണ്ടി SFIക്കാർക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ്. CKG കോളേജിൽ 40 കൊല്ലത്തിന് ശേഷം ഞങ്ങൾക്ക് ചെയർമാനും അവിടെ ഭാരവാഹികളും ജയിച്ചു വരുമ്പോൾ എന്തിനാണ് ഇവർക്ക് ഇത്ര അലോസരം ഉണ്ടാകുന്നത്? ഞങ്ങൾ ഇനിയും ജയിക്കും. ക്യാമ്പസുകളിൽ ഓരോന്നായി ഇവിടെ KSU ജയിച്ചു വരുന്നതിൻ്റെ ജാള്യത അത് മറച്ചു പിടിക്കാനും കൂടെ വേണ്ടിയാണ് ഈ അക്രമം നടത്തുന്നത്. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, ഈ ഗുണ്ടാപ്പടയെ, പോലീസിൻ്റെ ഗുണ്ടാപ്പടയെ നിയന്ത്രിക്കാൻ ഇവിടെ തയ്യാറാകണം. അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ പോലീസ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഈ തിരുട്ട് ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള സംരക്ഷണം ഒരുക്കാനുള്ള കാവൽ നായ്ക്കളുടെ ജോലിയാണ് കേരളത്തിലെ പോലീസ് ചെയ്യുന്നത്. അങ്ങനെ കാവൽ നായ്ക്കളായി കേരളത്തിലെ പോലീസ് അധപ്പതിച്ചു കഴിഞ്ഞു. അതിനു വേണ്ടിയിട്ടാണ് ഈ മുഖ്യമന്ത്രിയും മകളും മകനുമുള്ള ആ തിരുട്ട് ഫാമിലിയെ സംരക്ഷിക്കാൻ ഞങ്ങളുടെ പ്രവർത്തകരെയും ജനപ്രതിനിധികളെയും ആക്രമിക്കാൻ ശ്രമിച്ചാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കണമെങ്കിൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കും. അതിനും ഞങ്ങൾ ഇനി മടിക്കില്ല എന്നുള്ളതാണ് പറയാനുള്ളത്.